ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു റമന്താസ് എൻ്റർടൈൻമെൻറ്റ് വേൾഡ്. യെസ്, അങ്ങനെ ഞാൻ തുടരും കണ്ടു ലാലേട്ടൻസ് ന്യൂ മൂവി. നല്ല വൈകി, ബട്ട് ബെറ്റർ ലേറ്റ് ദെൻ നെവർ. ഡയറക്ടർ തരുൺ മൂർത്തി. ഒരു എന്താ പറയുക, നമ്മൾ ഒരു 45 years ആയിട്ട് എല്ലാം തെളിയിച്ച് എല്ലാം പ്രസൻറ്റ് ചെയ്ത് നമ്മൾക്ക് എല്ലാ ഇമോഷൻസും എല്ലാ രീതിയിലും പ്രസൻറ്റ് ചെയ്ത ആൾ. ഒരു നമ്മളെങ്ങനെ വി ആസ് എ ഓഡിയൻസ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, ബട്ട് നമ്മൾക്ക് അറിയേണ്ടത് ദ വേ ദ ഡയറക്ടർ പ്രസൻസ്, അതാണ് അവിടെ തെറ്റിയത്. മോഹൻലാൽ ആസ് എൻ ആക്ടർ വി സേ ഹിം ഹീസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. സോ എന്തായാലും ഒരു ഡയറക്ടർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ലാലേട്ടനെ, ഹീ ഈസ് പ്രസൻറ്റഡ് ദാറ്റ് വേ. സോ ഈ മൂവി ഇത്രയും മികച്ചതായ ദ ഫസ്റ്റ് ക്രെഡിറ്റ് എന്നീ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോകേണ്ടത് ഡയറക്ടർ തരുൺ മൂർത്തിക്കാണ്. ദ വേ ഹി പ്രസൻറ്റഡ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓഫ് ദിസ് മൂവി ഈസ് കമൻഡബിൾ. അതിൻ്റെ പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഓരോരോ സീനിൻ്റെയും ആ ക്യാരക്ടർ എങ്ങനെ വരുന്നു പോകുന്നു, ആ ക്യാരക്ടർ എന്തിനാണ് അവിടെ നെസസറി, എങ്ങനെയാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് ഫ്ലോ, ആ ക്യാരക്ടറൈസേഷൻ എല്ലാം അത്ര മികവേറിയതായിരുന്നു. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വില്ലൻ ജോർജ് സാറിൻ്റെ ഓരോരോ ആക്ഷനും നമ്മൾക്ക് ആ ഇൻട്രഡക്ഷൻ മുതൽ ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു സ്വഭാവമായ ലാലേട്ടനായിട്ട് ഒരു ഇടപാടായാലും എല്ലാം കൂടി നല്ലൊരു ക്യാരക്ടറായിട്ട് പ്രസൻറ്റ് ചെയ്യും. നമ്മൾ ഈ വില്ലൻ എന്നൊക്കെ പറയണത് സ്ക്രീനിൽ കുറേ വില്ലത്തരം കാണിക്കുക, കുറേ ആൾക്കാരെ കൊല്ലുക, അതല്ല വില്ലൻ. ഒരു കോമൺ ആക്ഷനാണ് ഒരാളെ കണ്ട് ഒരാൾക്ക് സ്മൈൽ ചെയ്യണ, ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്ന ആളെ, അല്ലെങ്കിൽ ഇരുന്ന് കഴിക്കുകയാണെങ്കിലും ഒരാളെ സംസാരിക്കുകയാണെങ്കിലും അയാളെ കണ്ടാൽ നിങ്ങൾക്ക് കയറി തല്ലാൻ തോന്നുകയാണെങ്കിൽ അതാണ് വില്ലൻ. ആൻഡ് ദിസ് കറക്റ്റർ ജോർജ് സർ ഹാസ് സ്പോട്ടഡ് ഇറ്റ് വെരി വെൽ. എന്ന് വെച്ചാൽ ഓരോരോ സീനിലും അയാളൊരു തെറ്റായ പണി ചെയ്യുന്നതല്ല, ബട്ട് ഓരോരോ സീനിലും നിങ്ങൾക്ക് തോന്നും ഇയാളെങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട് വരും. അയാളുടെ ഓരോരോ സീനിലും അയാൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും അയാൾ ഒരു നന്നല്ലാത്ത ഒരു കോമൺ, ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ആക്ഷൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അയാളുടെ മേലെ കളി വരും. അതാണ് ഒരാളുടെ പ്രസൻറ്റേഷൻ. ഒരാളുടെ വില്ലത്തരം അതിൽ നിന്നാണ് വരിക, അല്ലാണ്ട് കുറേ ആൾക്കാരെ കൊല്ലുക, അല്ലാണ്ട് നെഗറ്റീവ് ആക്ഷൻ അല്ല. ദറ്റ് ഈസ് വെരി വെൽ പെർഫോംഡ് ബൈ ജോർജ് സർ. നമ്മളുടെ SI ആയിട്ട് ബിനു പപ്പു, ഹി ഹാസ് ഡൺ ഹിസ് ക്യാരക്ടർ ഓൾസോ വെരി വെൽ. അയാളുടെ പ്രസൻറ്റേഷൻ ഫസ്റ്റ് മുതലും ലാലേട്ടൻ്റെ കൂടെ ഉള്ള ഇൻട്രാക്ഷൻ ആയാലും അയാളുടെ പാർട്ട് ഹി ഹാസ് സ്പോട്ടഡ് വെരി വെൽ. ഹി ഹാസ് സ്പോട്ടഡ് ഹിസ് ക്യാരക്ടർ. ആ ക്യാരക്ടർ എങ്ങനെ ബാക്കി ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യുന്നു, എങ്ങനെ ആ ഒരു ക്രുവൽറ്റി ആയിക്കോട്ടെ, ഒരു സംസാരത്തിൻ്റെ രീതി ആയിക്കോട്ടെ, എല്ലാം വെരി വെൽ പ്രസൻറ്റഡ് ആണ്. മെയിൻ ദ എവർഗ്രീൻ പെയർ ഓഫ് ലാലേട്ടൻ ശോഭന ഫ്രം സിൻസ് ലോങ് ബാക്ക്. സ്റ്റാർട്ടിങ് മുതൽ അവരുടെ ജോഡി ഒരു ലൈറ്റ് ഹാർട്ടഡ്, അവരുടെ ജോഡി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഹാർട്ടഡ് മോഡായിട്ട്. ഫ്രം ബിഗിനിങ് ശോഭന മാം ഷീസ് പ്രസൻറ്റഡ് ആസ് എ ലൈറ്റ് ഹാർട്ട് ക്യാരക്ടർ, മൂവിനെ ഒരു സാധാരണ രീതിയിൽ കൊണ്ടുപോകാൻ. ബട്ട് ബാക്കിയൊക്കെ ഐ ഡോണ്ട് നോ വാട്ട്, എങ്ങനെ ആ ക്യാരക്ടർ അത്ര എസൻസ് അല്ലെങ്കിൽ അത്ര ബെസ്റ്റ് പോർട്രയൽ ആയില്ലെങ്കിലും ഷീ ഹാസ് ഓൾ ദറ്റ് ക്വാളിറ്റീസ്. വൈ ഷീ ഈസ് ദർ, അതിൻ്റെ ഉത്തരം രണ്ട് സീൻ. ക്ലൈമാക്സിൻ്റെ മുന്നേ ഷീ ഗീവ്സ് എ ലുക്ക്, ഒരു ലുക്ക്, ഐ കോണ്ടാക്ട്, ഒരു വില്ലൻ്റെ കൂടെ ഒരു ഐ കോണ്ടാക്ട് ഉണ്ട് അത്. പിന്നെ ക്ലൈമാക്സിൻ്റെ അവസാനം, മൂവി ഓൾമോസ്റ്റ് അവസാനിക്കുമ്പോൾ ലാലേട്ടന് കൊടുക്കുന്ന ഒരു ലുക്ക്, രണ്ട് ഫേസ് കോണ്ടാക്ട് കൊടുക്കണമെന്ന് മാത്രം മതി ടു പ്രൂവ് ഹർ സെൽഫ്. പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് ദ റീസൺ വൈ ഷീ ഈസ് ദർ, വൈ ഷീ ഈസ് അറ്റ് സോ മച്ച് ലെവൽ, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ വൈ ഷീസ് ദർ, അവരുടെ പ്രസൻസ് തെളിയിക്കാൻ 2 സീൻ മതി. ആൻഡ് ജോർജ് സർ ആയാലും നമ്മളുടെ ലാലേട്ടനായാലും അവരുടെ
കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ആ കോമ്പിനേഷൻ സീനിലും നിങ്ങൾക്ക് എങ്ങനെ ജോർജ് സർ ഒരു കയറി നിൽക്കുന്ന റീസൺ പറയുകയാണെങ്കിൽ, ലാലേട്ടൻ എത്ര മികച്ച് അഭിനയിച്ചാലും നിങ്ങൾക്കറിയാം ഹീ ഈസ് ദ മോഹൻലാൽ. ആ ഒരു ഫാക്ടർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, ദറ്റ് ഹീ നോസ് ഹൗ ടു പ്രസൻറ്റ് ഹിംസെൽഫ് ഔട്ട്. എങ്ങനെയാണ് ആൾക്കാരെ കരയിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരെ ചെറുപ്പിക്കേണ്ടത്, എങ്ങനെ ആൾക്കാരെ ഓരോ ഇമോഷനും ആൾക്കാരോട് ഷെയർ ചെയ്യാൻ ലാലേട്ടൻ ഹീസ് ദ ബെസ്റ്റ് in Malayalam film industry. So not just Malayalam, everywhere, but George Sir character he is debut movie, I think debut movie തന്നെയാണ്. ഫസ്റ്റ് മൂവിയിലെ ഇങ്ങനെ ഒരു പ്രസൻസ്, ഇൻ ദ സെൻസ് ലാലേട്ടൻ്റെ സീൻ കഴിഞ്ഞിട്ട് അടുത്ത ഒരു റിപ്ലൈ സീൻ ആണെങ്കിലും ഹൗ ഹി ഒരു കയറി നിന്ന് അഭിനയിക്കും. സോ ലാലേട്ടൻ ഹാസ് ടു പുട്ട് മോർ എഫേർട്ട് ടു എൻഹാൻസ് ഹിംസെൽഫ് ഇൻ ദിസ് സീൻ. അതാണ് ഒരു ഇൻ ദ സെൻസ് ഫസ്റ്റ് മൂവിയിലെ ഇത്ര വെരി ഗുഡ് പ്രസൻസ് ഓഫ് ഹിസ് ഓൺ ക്യാരക്ടർ. ഹി ഹാസ് സംതിങ്, ഹി വിൽ ഷേക്ക് ദിസ് ഇൻഡസ്ട്രി ഫോർ ഷുവർ. എ വെരി ഗുഡ് ഫിലിം ആൻഡ് എല്ലാ ഫാമിലി ഓഡിയൻസിനും കാണാൻ പറ്റുന്ന എല്ലാ ഇമോഷനും നിറഞ്ഞ ഒരു അടിപൊളി ഫിലിം. ഡെഫിനറ്റ്ലി വാച്ച്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു.